ഹലോ, അപ്പോൾ എല്ലാവർക്കും അറിയാം നമ്മളിപ്പോൾ പൂനെയിലാണെന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളിന്ന് മുംബൈക്ക് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ ഒരു 6:11 ട്രെയിനുള്ളത്. അപ്പോൾ നമ്മളവിടുന്ന് ഒരു 5 മണി, ഒരു 5:15 കഴിഞ്ഞപ്പോൾ നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ വീഡിയോ ഇപ്പം കാണിക്കും കേട്ടോ, എങ്ങനെയാണ് ഞങ്ങളിങ്ങോട്ട് വന്നതെന്നുള്ളത്. അപ്പോൾ ഞങ്ങളിപ്പോൾ റെയിൽവേ സ്റ്റേഷനെത്തി. ഇതാട്ടോ റെയിൽവേ സ്റ്റേഷൻ. ഇപ്പോൾ കാണുന്ന കുഞ്ഞ് റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ നിന്ന് ഒരു 3 മണിക്കൂർ എടുക്കും തോന്നുന്നു ട്രെയിനിൽ നമ്മൾ എത്താനായിട്ട് അവിടെ. അപ്പോൾ നമ്മളിപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് പിന്നെ നമ്മളൊരു ചായ കുടിക്കാറുണ്ട്. ഇവിടെ നിന്നൊരു ചായയൊക്കെ ഇങ്ങനെ കുടിക്കുകയാണ്. അപ്പോൾ നമുക്കിനി ട്രെയിൻ കയറാൻ്റെ സമയത്തിലാണ് കേട്ടോ. അപ്പോൾ ഇത് ചായക്കര ചായ കുടിക്കുന്നു. ഇറങ്ങുന്ന റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഛത്രപതി ശിവാജി മഹാരാജാസ് ടെർമിനലാണ് കേട്ടോ. അവിടത്തേക്ക് നമ്മൾ ടിക്കറ്റ് എത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ വെയിറ്റിംഗ് ഫോർ ദ ട്രെയിൻ. അപ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോമിൽ നിൽക്കുകയാണ്. ഇവിടെ ഒരു കുഞ്ഞ് സ്റ്റേഷനാണ് കേട്ടോ. ഇവിടെ ഒരു പ്ലാറ്റ്ഫോമിൽ തോന്നുന്നു അപ്പുറത്തുണ്ടാവും, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഇപ്പം ഉടനെ ട്രെയിൻ വരും തോന്നുന്നു. അപ്പം അത്രയും അതല്ലായിരുന്നു ജനറൽ. ഇത് ജനറൽ ട്രെയിനാണല്ലേ, ലോക്കൽ ട്രെയിനാട്ടോ ഇത്. പക്ഷേ ഈ ട്രെയിനിലാണ് നമ്മൾ പോകുന്നത്. ട്രെയിനിനകത്ത് കയറിയിട്ടോ. അപ്പോൾ നമ്മൾ ഈ പോക്കിൽ അധികം തിരക്ക് കുറവായിരുന്നു, പക്ഷേ ഫ്രണ്ടിലോട്ട് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സീറ്റൊക്കെ കിട്ടി സെറ്റായിട്ടിരിക്കുകയാണ്. പിന്നെ ഒരു 10 മണിയാവും കേട്ടോ അവിടെ എത്താനായിട്ട്. സത്യം പറഞ്ഞാൽ ഇത് സ്റ്റോപ്പ് കൂടുതലുള്ള ട്രെയിനാണെന്ന് തോന്നുന്നു. നമ്മൾ പൂനെ ജംഗ്ഷനിൽ നിന്ന് കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ട്രെയിൻ കിട്ടും. പക്ഷെ നമുക്ക് വരാൻ എളുപ്പമുള്ള സ്റ്റേഷൻ ഇതാണ്. സോ നമ്മൾ ഇവിടെ നിന്ന് കയറിയിട്ടാം. അപ്പോൾ നമുക്കിനി റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ട് കാണാം. അപ്പോൾ എന്തെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം. അപ്പോൾ നമുക്ക് പൂനെ ടു മുംബൈ നല്ല രസമുള്ളൊരു ട്രെയിനാണ്. അപ്പോൾ ഇങ്ങനെ കുറേ ടണൽസും ഇതുപോലുള്ള നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ പാസ് ചെയ്തിട്ടാണ് പോകുന്നത്. ഇൻ ബിറ്റ്വീനാണ് ലോണാവല എന്ന് പറയുന്ന സ്ഥലം. നമ്മൾ ന്യൂസിലൊക്കെ ഇടയ്ക്ക് ഒരുപാട് അപകടങ്ങളൊക്കെ നടന്ന സ്ഥലമാണെന്ന് ന്യൂസായിട്ടുണ്ടായിരുന്നു. ഒരു ഹിൽ സ്റ്റേഷനാണ് കേട്ടോ. അപ്പോൾ അത് ആ ഒരു സ്ഥലത്ത് കൂടെ പാസ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പം ഭയങ്കര രസമാണ്. രാവിലെയും കൂടെ ആയിട്ട് നല്ല മഞ്ഞൊക്കെ കേട്ടോ കാണാൻ. ഇനി നമുക്ക് ഒരു സ്റ്റോപ്പും കൂടെ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഓൾമോസ്റ്റ് ട്രെയിൻ ഫുള്ള് കാലിയാണ്. ഒരു സ്റ്റോപ്പും കൂടെ, അടുത്ത സ്റ്റോപ്പിൽ നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ നമുക്ക് എത്താറായി. ഇനിയൊരു 15-20 മിനിറ്റിനുള്ളിൽ നമ്മൾ സ്ഥലത്തെത്തും. ട്രെയിൻ എടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ ട്രെയിൻ. ഇനി നമുക്ക് നേരെ പോവാട്ടോ. ഫസ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ആണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല വലിയ സ്റ്റേഷനാട്ടോ, നല്ല വലുതാണ്. എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, മുംബൈയിലെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഒരു റെയിൽവേ സ്റ്റേഷനാണിത്. പിന്നെ ഇത് ഇവിടുത്തെ ലാസ്റ്റ് സ്റ്റോപ്പാട്ടോ. ലൈക്ക് ഇനി അങ്ങോട്ടേക്ക് ട്രെയിൻസ് ഒന്നും പോയില്ല, ഇങ്ങ് വരുന്നതേ ഉള്ളൂ. എല്ലാം ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. നമുക്കറിയാം ഈ ടെർമിനലിൻ്റെ ഒരു ഫ്രണ്ട് പിക്ചർ ഉണ്ടല്ലോ, നമ്മളിപ്പോഴും ഫോട്ടോസിലൊക്കെ കാണാറ്, ഗൂഗിളിലൊക്കെ നോക്കുമ്പോൾ കാണാറ്. അപ്പം അത് കാണാൻ വേണ്ടി നമുക്കിനി പുറത്തിറങ്ങണം. അപ്പം ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ. വലിയ സ്റ്റേഷനും കൂടെയാണ്. ഇവിടെ അങ്ങനെ നല്ല ഭംഗിയാണ് കാണാൻ.
കാറ്റുണ്ട്. ഇവിടെ നല്ല മഴയാണ് കേട്ടോ, നല്ല മഴ പെയ്യുന്നുണ്ട്. നമ്മൾ വന്ന സമയത്തൊക്കെ ട്രെയിനിൽ വരുന്ന വഴിയിൽ നല്ല മഴയുണ്ട്, നല്ല കാറ്റ്. പക്ഷെ നമ്മളിൽ റെയിൻകോട്ടൊക്കെ ഉണ്ട്. സോ എല്ലാം സജ്ജരായാണ് നമ്മൾ പോകുന്നത്. ഞാൻ പറഞ്ഞത് ലാസ്റ്റ് സ്റ്റോപ്പായിട്ട്. ഇവിടെ ഒന്നും ഞാൻ അങ്ങോട്ട് പോകാൻ സ്ഥലമില്ല. ഇവിടെ കണ്ടോ, ഇത് ലാസ്റ്റ് സ്റ്റോപ്പാണ്. ഇനി ഇങ്ങോട്ട് ട്രെയിനിന് പോകാൻ സ്ഥലമില്ല. ഇത് ഫുള്ളും പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെയാണ്, വെയിറ്റിംഗ് ഏരിയയൊക്കെയാണ്. ഇതിവിടെ ട്രെയിൻ വന്ന് സ്റ്റോപ്പ് ചെയ്തു. ഇനി അങ്ങോട്ടും ഇവിടെ ഒരുപാട് പ്ലാറ്റ്ഫോമുണ്ട്, ഒരുപാടുണ്ട്. ആ വശത്ത്, അപ്പുറത്ത് വശത്തുണ്ട്, ഈ വശത്തുണ്ട്. നല്ല വലിയ സ്റ്റേഷനാട്ടോ ഇത്. ഇരുട്ടതാ ഭയങ്കര. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ ഇങ്ങനെ അണ്ടർഗ്രൗണ്ട് വേ ആണ് ഇവിടെ ഉള്ളത്. ഇതാട്ടോ നമ്മൾ ഛത്രപതി ശിവാജി ടെർമിനൽ. എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചപ്പം വടാപ്പാവ് ട്രൈ ചെയ്യാൻ വേണ്ടി പോകാട്ടോ. ഇവിടെ വടാപ്പാവിൻ്റെ ഒരു കടയിൽ വന്നിട്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെ പാവ് വടയൊക്കെ ഇങ്ങനെ പോകുന്നൊരു കടയാണ്. ഛത്രപതി ശിവാജി ഈ ഒരു ബിൽഡിങ്ങിൻ്റെ തൊട്ട് ഫ്രണ്ടിലാട്ടോ ഇതുള്ളത്. ഇത് നമ്മുടെ ആ ഒരു ബിൽഡിങ്, അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് ഈ ഒരു ഷോപ്പുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് വടപ്പാവ് കിട്ടിട്ടോ. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി കേട്ടോ. ബസ്സിൽ നമ്മൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ അതിന് മുന്നേ ഒരാൾക്ക് 8 രൂപയുള്ളൂ കേട്ടോ. ഇത് AC ബസ്സും കൂടെയാണ്. നല്ല ചീപ്പാണെന്ന് തോന്നുന്നു. നമ്മുടെ കേരളത്തിലൊന്നും നമുക്ക് ബസ് ഇത്രയും ചീപ്പായിട്ട് കിട്ടില്ല കേട്ടോ. അതും AC ബസ്സാട്ടോ ഇത്. മിനിമം ചാർജ് നമ്മളിവിടെ 12 രൂപയല്ലേ, ഇവിടെ 8 രൂപ ആയിട്ടുള്ളൂ. പൂനെയിലും നമുക്ക് മിനിമം പ്രൈസ് തരുന്നത് 5 രൂപയാണ്. നല്ലൊരു കാര്യമാണ്. ഈ നമ്മളിപ്പോൾ റോഡിൽ പോകുന്ന വഴിയിൽ ഒരുപാട് ബിൽഡിങ്സ് ഉണ്ട്. എല്ലാത്തിനും ഒരു യൂറോപ്യൻ ടച്ചുള്ള ഒരു ബിൽഡിങ്സാണ്. ഭയങ്കര ഭംഗിയായിട്ട് ഒരു പണ്ടത്തെ കാലത്ത് ബ്രിട്ടീഷുകാരും അവരൊക്കെ പണിത ബിൽഡിങ്സാണ്. എല്ലാത്തിനും ഓരോരോ ബിൽഡിങ്സും ഭയങ്കര ഭംഗിയാണ്, ഭയങ്കര ഡിഫറെൻ്റാണ് നമ്മുടെ സാധാ ബിൽഡിങ്സിനെ പോലെ അല്ല. നമ്മൾ നേരെ നടന്ന് നമ്മൾ ബസ് കയറി കുറച്ച് നടന്നിട്ട് നമ്മൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എത്തി. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് താജ് ഹോട്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. ഇടയ്ക്ക് മഴ പെയ്യുന്നു, പെട്ടെന്ന് മഴ പോകുന്നു, അങ്ങനെ ഒരു കാലാവസ്ഥയായിരുന്നു കേട്ടോ അവിടെ. മഴ നല്ല, ഇപ്പം ഒരു മൺസൂൺ സീസണും കൂടെ ആണല്ലോ. അപ്പം കടലിലൊക്കെ നല്ല ഭയങ്കര തിരയായിരുന്നു കേട്ടോ. അതിൻ്റെ ഓപ്പോസിറ്റ് കടലുണ്ട്. ഭയങ്കര കടൽക്ഷോഭം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പം താജ് ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റ് ഇതായിട്ടൊരു കടലാട്ടോ ഇത്. സോ ഇതിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കാണാൻ പറ്റും കേട്ടോ. ഇവിടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ അടിച്ചു കയറുന്നുണ്ട് കേട്ടോ, ആ ഭാഗത്തൊക്കെ ഇങ്ങനെ. പക്ഷെ ഈ വെള്ളം ഇങ്ങനെ ചെളി വെള്ളമായിട്ട് കിടക്കാം കേട്ടോ ഇത്. അങ്ങനെ അപ്പോൾ നമ്മൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കണ്ടു കേട്ടോ. ഇതെന്തൊക്കെയോ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ആ സൈഡിലൊക്കെ. അങ്ങനെ അവിടെ എന്തൊക്കെയോ വെച്ചിട്ടുണ്ട്, ഇങ്ങനെ വർക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പുറകിൽ കടലാട്ടോ. താജ് ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മുടെ ബേ ഓഫ് ബംഗാൾ. അതിൻ്റെ പുറകിൽ കടലാട്ടോ.
അല്ലേ? അപ്പോൾ നമ്മൾ ഫോട്ടോസിൽ കാണുന്ന സ്ഥലങ്ങളല്ലേ, നമുക്കത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് കൊളാബയാണ്. അപ്പോൾ കൊളാബ കോസ്വേ എന്ന് പറയുന്നൊരു സ്ട്രീറ്റ് ഉണ്ട് ഇതിന് തൊട്ടടുത്ത്. അപ്പോൾ അവിടെ എല്ലാ ഐറ്റംസും നമുക്ക് ഡ്രസ്സസ് ആയിക്കോട്ടെ, ബോയ്സിനും ഗേൾസിനും, പിന്നെ ബാഗ്, അങ്ങനെ എല്ലാ ഐറ്റംസും കിട്ടും. അപ്പം പിന്നെ നല്ല ഒരുപാട് ഷോപ്സുകളുമുണ്ട്, നമ്മുടെ റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യം ഇങ്ങനെ കുറച്ച് കോസ്റ്റ്ലി ആണ് ഈ ഒരു ഭാഗത്തൊക്കെ. ഇതെന്ന് പറഞ്ഞു कितने ആ ഒരു ഭാഗത്ത് തന്നെ നമ്മൾ ഒരുപാട് ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് ഓഫീസുകളുണ്ട്. ഇത് ഒരു ഫോറൻസിക് സയൻസിൻ്റെ ഒരു 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 പ്രധാനപ്പെട്ട ഒരു സെൻറ്ററായിരുന്നു കേട്ടോ അവിടെ. പിന്നെ നമ്മൾ ബോംബെ ഹൈക്കോർട്ട് കണ്ടു കേട്ടോ. ബോംബെ ഹൈക്കോർട്ട് അത് കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് നമ്മൾ നടന്നു പോയിട്ട്. പിന്നെ യൂണിവേഴ്സിറ്റി ഓഫ് മുംബൈ, അതിൻ്റെ ആ യൂണിവേഴ്സിറ്റിയിൽ ഫ്രണ്ടിലൊരു ക്ലോക്ക് ടവർ ഉണ്ട്, ഭയങ്കര രസമാണ് കേട്ടോ. ആ യൂണിവേഴ്സിറ്റി ഫുള്ളും കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ഒരു യൂറോപ്യൻ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഫുള്ളും ഈ കോർട്ടും അവിടുത്തെ ഒരുപാട് ബിൽഡിങ്സിലെ എല്ലാം നമ്മുടെ ഇന്ത്യൻ ആർക്കിടെക്ചർ ആ ഒരു രീതിയിലല്ല ചെയ്തിരിക്കുന്നത്. എല്ലാം പുറത്ത് നമ്മുടെ യൂറോപ്യൻ അവർ ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു അത്രയ്ക്ക് ഭംഗിയായിട്ട് ആ ഒരു കൺസ്ട്രക്ഷൻസൊക്കെ കാണാനായിട്ട്. പിന്നെ നമ്മളൊരു സ്ട്രീറ്റിലേക്ക് നടന്നു കേട്ടോ. അതിൻ്റെ തൊട്ടടുത്ത് നമ്മളെല്ലാം നടന്നിട്ട് കുറേ സ്ഥലങ്ങളിൽ പോയി. ഒരു ചർച്ച് കയറി നിന്ന സ്ഥലമുണ്ട് തൊട്ടടുത്താണ്. അപ്പോൾ അവിടെ ഒരു ഫുഡ് സ്ട്രീറ്റാണ്. നമുക്ക് നോൺ വെജും വെജും ഉള്ളത്. അപ്പം അവിടെ ഇങ്ങോട്ട് നടന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ രണ്ടു സാധനങ്ങളൊക്കെ ട്രൈ ചെയ്തത് റോളും പിന്നെ നമ്മുടെ എന്തുകൊണ്ട് ജ്യൂസും ഒക്കെ നമ്മൾ അവിടെ നിന്ന് കഴിച്ചു. ഒരു ബീച്ച് സൈഡ് പോയി. നരിമാൻ പോയിൻ്റ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേരെന്ന് ഞാൻ ഓർക്കുന്നു. ഇവിടെ ഒത്തിരി ആൾക്കാരാണ്. ഈ സൈഡിൽ ഫുള്ള് ആൾക്കാരാണ്. ഇതിപ്പോൾ ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ടാവും. പക്ഷെ വെയിലില്ല, നല്ല കാലാവസ്ഥയായിരുന്നു. നിറച്ച് ആൾക്കാർ ഇരിപ്പുണ്ട്. നല്ല രസമായിട്ട് ഇവിടെ ഇരിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ വേറെ 2 സ്ഥലത്തും കൂടെ പോയിട്ട് അപ്പോൾ എനിക്കത് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ നമ്മൾ ഇനി ബീച്ചിലേക്ക് പോവാണ്. അപ്പോൾ ഇവിടെ നിന്നൊരു ലോക്കൽ ട്രെയിനാണ്. ഇവിടെ നിന്നൊരു 10 മിനിറ്റ് എന്തോ ഉള്ളൂ. അപ്പോൾ നമ്മൾ അടുത്ത റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി. അപ്പോൾ ഇതിൻ്റെ അപ്പുറം വശം ബീച്ചാട്ടോ. അപ്പോൾ നമ്മളിന്ന് ബീച്ചിലും കൂടെ ലാസ്റ്റായിട്ട് പോവാണ്. മനു चले बीच
ഈ ബീച്ചിൻ്റെ ഒരു സൈഡ് നമുക്ക് നോക്കുമ്പം ഒരു രണ്ട് സൈഡിൽ നിന്ന് നോക്കുമ്പോഴും നമുക്ക് മുംബൈ സിറ്റി കാണാൻ പറ്റും. ഒരുപാട് ബിൽഡിങ്സും അങ്ങനെയായിട്ട് ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും. ആ സ്ഥലത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, പക്ഷേ രസമുണ്ട് കാണാനായിട്ട് എല്ലാം. അങ്ങനെ നമ്മൾ ബീച്ചൊക്കെ എൻജോയ് ചെയ്തു. അതുകൊണ്ട് നമ്മളിവിടെ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഒരുപാട് ഷോപ്സ് ഒക്കെ ഉണ്ട്. ഇങ്ങനെ മസാല ദോശ അങ്ങനത്തെ ഇവിടുത്തെ സ്പെഷ്യൽസൊക്കെ ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ സീറ്റൊക്കെ തറയിൽ ഇവിടെ ഇങ്ങനെ പായൊക്കെ വിരിച്ചിട്ടുണ്ട്. അപ്പം ഇവിടേക്ക് ഇരുന്ന് കഴിക്കാം. അപ്പോൾ ഇവിടെ ഐസ്ക്രീം ഷോപ്പുണ്ട്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. നമ്മളിനി തിരിച്ചു പോവാണ്. അപ്പോൾ അന്ന സ്റ്റേഷനിൽ തന്നെ. അപ്പോൾ നമുക്കിനി 8 മണിക്കാണ് ട്രെയിനുള്ളത്. നമ്മളിങ്ങനെ ഒരു മണിക്കൂർ കഴിയുമ്പോൾ നമ്മളവിടെ എത്തും. അത്രേ ഉള്ളൂ. നമ്മൾ പെട്ടെന്ന് എത്തുകയും ചെയ്യും അങ്ങോട്ട്. അപ്പോൾ നമുക്കിനി നമ്മൾ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്കിനി ട്രെയിനിൽ കയറിയിട്ട് കാണാം കേട്ടോ. ഇവിടെ നിന്ന് ഒരു ട്രെയിൻ നമ്മൾ പോവേണ്ട സ്റ്റേഷൻ ഛത്രപതി ശിവാജി അവിടുത്തെ ടെർമിനലിലേക്ക് അവിടുത്തെ സ്റ്റേഷനിലേക്ക് പോകാനുള്ള ഒരു ട്രെയിൻ ഇവിടെ നിന്ന് കയറാം. പിന്നെ അവിടെ നിന്ന് നമ്മുടെ പൂനെക്ക് പോകാനുള്ള. ഓക്കെ, അപ്പോൾ നമ്മൾ ഐസ്ക്രീം കഴിക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറാൻ തിരിച്ചു പോകാനുള്ള ട്രെയിനിൽ റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്ത് തന്നെയാട്ടോ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നമുക്ക് ട്രാവലിംഗ് ഭയങ്കര കൺവീനിയൻ്റ് ആട്ടോ. ബസ്സുമായാലും ട്രെയിനായാലും ഭയങ്കര എല്ലായിടത്തും നമുക്ക് പെട്ടെന്ന് എത്തും. സോ അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. പല സ്ഥലങ്ങളിലും അങ്ങനെയല്ല, നമുക്ക് ബസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ബസ്സായാലും ട്രെയിനായാലും ഒരു ട്രെയിന് കുറച്ചും കൂടെ ഈസിലി അവൈലബിൾ ആണ്. ട്രെയിനിൽ കയറിയിട്ടോ തിരക്ക് നല്ല കുറവാട്ടോ. ട്രെയിനിൽ ആരും ഇല്ല. ആ ട്രെയിനിൽ ഇതൊക്കെ നമ്മുടെ ലോക്കൽ ട്രെയിൻസാണ് കേട്ടോ. ഇതേപോലത്തെ ബോഗീസ് മാത്രമായിരിക്കും ട്രെയിനിൽ ഫുള്ള് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ട്രെയിനിൽ കയറി റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം മുംബൈ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ട്രാവലൊക്കെ ഭയങ്കര ചീപ്പാട്ടോ മുംബൈയിൽ. അപ്പം മുംബൈയിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പം ലോക്കൽ ട്രെയിൻസ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം സ്ഥലങ്ങളിൽ പോവാം. അപ്പം എവിടെയാണ് ആൾക്കാരോട് ചോദിച്ചാൽ നമുക്ക് പറഞ്ഞു തരും. അപ്പം ഏത് ബസ്സാണ് എടുക്കേണ്ടത്. ബസ്സാണെങ്കിൽ ബസ്സിൽ പോവാം, ട്രെയിനാണെങ്കിൽ ട്രെയിനിൽ പോകാം. എനിക്ക് തോന്നുന്നു ട്രെയിനായിരുന്നു കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നുന്നു. നല്ല ചിലവും കുറവല്ലേ. അപ്പം നമുക്ക് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്കത് അത്യാവശ്യം മുംബൈക്ക് ഒന്ന് ചുറ്റിക്കിറങ്ങാം കേട്ടോ. അങ്ങനെ ഒരു സ്ഥലമാണ് എനിക്ക് തോന്നി. വേറെ ഇപ്പോൾ പൂനെയിൽ നമുക്ക് അങ്ങനെയല്ല. നമുക്ക് പൂനെയിൽ ഇത്രയും ട്രെയിൻ ഫെസിലിറ്റീസൊക്കെ കുറവാണ്. പക്ഷെ അവിടെ വെച്ച് നോക്കുമ്പോൾ മുംബൈ ഈ ബിഗ് സിറ്റി എന്ന് പറയുന്നത് ബിഗ് സിറ്റി തന്നെയാണ് കേട്ടോ. ലൈക്ക് നമുക്ക് അത്രയും ഫെസിലിറ്റീസ് ഇവിടെ കിട്ടും ആൾക്കാർക്ക്. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഒരു ട്രെയിനൊക്കെ ആണെങ്കിൽ ലോക്കൽ ട്രെയിൻസ് ആണെങ്കിൽ ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് കൂടുമ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇത്ര ടൈമാണ് ഈ ഒരു വണ്ടിക്ക് വേണ്ടി തന്നെ കാത്തിരിക്കണമെന്നറിയോ. അപ്പം അത് നമുക്കിവിടെ ഇല്ല. നമുക്കിങ്ങനെ ഇതിന് മിനിറ്റുകളിൽ ഇങ്ങനെ വണ്ടി ആയാലും ട്രെയിനായാലും ബസ്സായാലും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് നല്ല കാര്യമാണ്. അപ്പം നമ്മൾ തിരിച്ച് പോകാൻ കേട്ടോ. അത്യാവശ്യം നമ്മളെ സ്ഥലങ്ങളിൽ ഒരു ദിവസം നമ്മളെ കൊണ്ട് പറ്റാവുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി. അപ്പം നമ്മളിങ്ങനെ നേരെ പൂനെക്കുള്ള ട്രെയിൻ കയറാൻ പോകാം കേട്ടോ. അറിയില്ല. നമ്മൾ ലാസ്റ്റ് ശിവാജി ടെർമിനൽ ഇതാട്ടോ ലൈറ്റ്സിൻ്റെ ദൃശ്യം. അപ്പോൾ നമ്മൾ ട്രെയിനിൽ കയറിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പൂനെക്ക് പോകാനുള്ള നമ്മൾ 3 പേരും ഇരുന്നിട്ടുണ്ട് ട്രെയിനിൽ. സീറ്റൊക്കെ കിട്ടി. അങ്ങനെ നമ്മൾ പോവാണ്. അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു ട്രിപ്പായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് കറങ്ങാൻ പറ്റിയൊരു സ്ഥലമാണ് മുംബൈ എന്ന് പറയുന്നത്. നമുക്ക് ട്രാൻസ്പോർട്ടേഷനും എല്ലാം ഭയങ്കര ചീപ്പാണ്. എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയ കാര്യം നമ്മൾ ബസ്സിലൊക്കെ AC ബസ്സാണ്. അവിടെ ഫുൾ പോകുന്നത് AC ബസ്സാണ്. AC ബസ്സിന് മിനിമം ചാർജ് 5 രൂപയാണ്. നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ്? അങ്ങനെയൊന്നും അല്ലല്ലോ. AC ബസ്സിന് നല്ല ചാർജ് ഉണ്ടാവും എന്തായാലും. അങ്ങനെ AC ബസ് ലോക്കലായിട്ടും പോകില്ലല്ലോ. അതാണല്ലോ ആ ഒരു മുംബൈയിലെ സിറ്റിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം എല്ലാം കൊണ്ടും നല്ലൊരു
ജേണി ആയിരുന്നു. അപ്പം അത്യാവശ്യം ടയേർഡായിട്ടുണ്ട്. നമ്മൾ കുറേ നടന്നു, കുറേ ഇങ്ങനെ ഇങ്ങോട്ടും പോയി. അപ്പം നമുക്ക് നല്ല ടയേർഡായി. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.